അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖീദ 8ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുസ്സാമിനു കറാമത്തുൽ ഔലിയാ. ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. അള്ളാഹു ഔലിയാക്കളെ ആദരിച്ചുകൊണ്ട് അവരിലൂടെ വെളിപ്പെടുത്തുന്ന അത്ഭുത സംഭവങ്ങളാണ് കറാമത്തുകൾ. ജീവിതകാലത്തും മരണശേഷവും ഔലിയാക്കളിൽ നിന്ന് കറാമത്തുകൾ സംഭവിക്കുമെന്നത് സത്യമാണ്. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം വളരെ ദൂരെ നിന്ന് ആസിഫ് ഇബ്നു ബർഖിയ എന്ന മഹാൻ നിമിഷമാത്രയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ എത്തിച്ചതും മറിയം ബീവിക്ക് സ്വർഗീയ വിഭവങ്ങൾ ലഭിച്ചതും ഉണങ്ങിയ ഈത്തപ്പന മറിയം ബീവി റളിയല്ലാഹു അൻഹ കുലുക്കിയപ്പോൾ സമൃദ്ധമായി ഈത്തപ്പഴം ലഭിച്ചതും ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കറാമത്തുകളാണ്. മുസ്ലിം സൈന്യം ഇറാനിലെ നഹാവന്തിയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മദീനയിലെ മിമ്പറിൽ നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധരംഗം കണ്ടതും മലയോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാൻ സൈന്യാധിപൻ സാരിയയോട് നിർദ്ദേശം നൽകിയതും അദ്ദേഹം അത് കേട്ടതും പ്രസിദ്ധമായ കറാമത്താണ്. ഈജിപ്തിലെ നൈൽ നദി വർഷത്തിലൊരിക്കൽ കരകവിയാറുള്ളപ്പോൾ മനുഷ്യക്കുരുതി നടത്താറുള്ള പതിവ് നിരോധിച്ച ഉമർ റളിയല്ലാഹു അൻഹു നൈലിൽ ഇടാൻ ഒരു കത്ത് നൽകുകയും അത് നദിയിൽ ഇട്ടപ്പോൾ നൈൽ ശാന്തമാവുകയും ഉണ്ടായി. ആസിം റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊലപ്പെടുത്തി ശരീരം വികൃതമാക്കാനൊരുങ്ങുമ്പോൾ കടന്നൽ കൂട്ടം മൂലം അവർക്ക് അദ്ദേഹത്തിലേക്ക് അടുക്കാൻ പറ്റാതാകുകയും ശേഷം മഴ പെയ്ത് ജനാസ മൂടിപ്പോയതും മരണാനന്തരമുണ്ടായ കറാമത്താണ്. കോഴിയുടെ എല്ലുകൾ ചേർത്ത് വെച്ച് മുഹയ്യിദ്ദീൻ ഷേഖ് അതിനോട് പറന്നു പോകാൻ പറഞ്ഞപ്പോൾ ജീവൻ വെച്ച് കോഴി പറന്നു പോയിട്ടുണ്ട്. എല്ലാ ഔലിയാക്കളും കറാമത്തുകൾ പ്രകടിപ്പിക്കണമെന്നില്ല. അത്ഭുതങ്ങളെല്ലാം കറാമത്തുമല്ല. കറാമാത്തുൽ ഔലിയാഇ ഹഖുൻ. ഔലിയാഇൻ്റെ കറാമത്തുകൾ സത്യമാണ്. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണമായ സംഭവങ്ങൾക്കാണ് കറാമത്തുകൾ എന്ന് പറയപ്പെടുന്നത്. എല്ലാ ഔലിയാക്കന്മാരും കറാമത്തുകൾ പ്രകടമാക്കിയിട്ടില്ല. അള്ളാഹു ഔലിയാക്കളെ ആദരിച്ചുകൊണ്ട് അവരിലൂടെ വെളിപ്പെടുത്തുന്ന അത്ഭുത സംഭവങ്ങളാണ് കറാമത്തുകൾ. ജീവിതകാലത്തും മരണശേഷവും ഔലിയാക്കളിൽ നിന്ന് കറാമത്തുകൾ സംഭവിക്കുമെന്നത് സത്യവുമാണ്. അതിന് പല ഉദാഹരണങ്ങളും പാഠഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടു. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അതെല്ലാം. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. കറാമത്ത് എന്ന് പറയുന്നു എന്തിന്? ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. അടുത്തത്, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ അടുക്കൽ ആരാണ്? ആസിഫ് ഇബ്നു ബർഖിയ. അടുത്തത്, നൈൽ നദിയുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുണ്ടായ കറാമത്ത് എന്തായിരുന്നു? ഈജിപ്തിലെ നൈൽ നദി വർഷത്തിലൊരിക്കൽ കരകവിയാറുള്ളപ്പോൾ മനുഷ്യക്കുരുതി നടത്താറുള്ള പതിവ് നിരോധിച്ച ഉമർ റളിയല്ലാഹു അൻഹു നൈലിൽ ഇടാൻ ഒരു കത്ത് നൽകുകയും അത് ആ നദിയിൽ ഇട്ടപ്പോൾ നൈൽ നദി ശാന്തമാവുകയും ഉണ്ടായി. ഇതാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ കറാമത്ത്. വിവരിക്കാം. നഹാവന്ത് യുദ്ധസംഭവം. മുസ്ലിം സൈന്യം ഇറാനിലെ നഹാവന്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മദീനയിലെ മിമ്പറിൽ നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധരംഗം കണ്ടതും മലയോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യാൻ സൈന്യാധിപൻ സാരിയയോട് നിർദ്ദേശം നൽകിയതും അദ്ദേഹം അത് കേട്ടതും പ്രസിദ്ധമായ കറാമത്താണ്. അടുത്തത്, ആസിം റളിയല്ലാഹു അൻഹുവിൽ നിന്നുണ്ടായ മരണാനന്തര കറാമത്ത് ഏത്? ആസിം റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കൊലപ്പെടുത്തി ശരീരം വികൃതമാക്കാനൊരുങ്ങുമ്പോൾ കടന്നൽ കൂട്ടം മൂലം അവർക്ക് അദ്ദേഹത്തിലേക്ക് അടുക്കാൻ പറ്റാതാകുകയും ശേഷം മഴ പെയ്ത് ജനാസ മൂടിപ്പോയതും മരണാനന്തരമുണ്ടായ കറാമത്താണ്. അപ്പോൾ കറാമത്ത് എന്താണെന്ന് പഠിച്ചല്ലോ. പാഠഭാഗത്തിൽ നിന്നും അനേകം കറാമത്തുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അല്ലേ? ചോദ്യോത്തരങ്ങളും പാഠഭാഗവും നന്നായി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.